ഒരുപാട് സമയം ഞാൻ തോറ്റുപോയത് പുറത്തുള്ള ആരോടുമല്ല, എൻ്റെ തന്നെ മനസ്സിനോടാ. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയായിരുന്നു, പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് എൻ്റെ അടുത്തുനിന്ന് ഒരു അനുവാദം കിട്ടിയിട്ടില്ല. ഒന്ന് നീങ്ങിയിരിക്കൂ. നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്നെ ഒരു ശത്രുവായിട്ടാണോ കാണുന്നത്? നീ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടരുത്, വേദനിക്കരുതെന്നൊക്കെ ഓർത്തിട്ടല്ലേ എല്ലാത്തിനും എനിക്കറിയാം. നീ കെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ പലപ്പോഴും ആ കെയർ തന്നെയാണ് എന്നെ എല്ലാത്തിൽ നിന്നും തടയുന്നത്. ഞാൻ പറയുന്നേ, ഇന്ന് നിന്റെ മൂഡ് ശരിയല്ല. നാളെ നമുക്കിത് സംസാരിക്കാം. നാളെ ഒരു നല്ല ദിവസമല്ലേ? എപ്പോഴാ ഒരു നല്ല മൂഡുണ്ടായിട്ടുള്ളത്? എപ്പോഴും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പോയിരിക്കുന്നത്? നല്ലൊരു മൂഡുണ്ടായിട്ടാണോ ഞാൻ ഇവിടം വരെ എത്തിയത്? ഞാൻ മുന്നേറിയിട്ടുള്ളതൊക്കെ എൻ്റെ മോശം അവസ്ഥ തന്നെയല്ലേ? പറ. നിനക്കറിയാവോ ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയെന്ന്? ഇങ്ങനെ എപ്പോഴത്തെയും പോലെ ചുമ്മാ ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒരു ചാനലിലൊരു വീഡിയോ കണ്ടു. പേര് എന്തോ എസ് എ അതുൽ കൃഷ്ണ, അങ്ങനെ എന്തോ ചാനലിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് ഞാനൊരു വീഡിയോ കണ്ടു. അതായത് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്ന വീഡിയോ ആണ്. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഞാനൊരു തെറ്റാണെന്നാണോ? എന്നെ ഞാൻ ഒരിക്കലും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന്? ഇല്ല, ഒരിക്കലും ഇല്ല. നീ ഒരു തെറ്റാന്നല്ല ഞാൻ ഇതുവരെ പറഞ്ഞത്. നീ എപ്പോഴും എന്നെ സംരക്ഷിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷെ നിനക്കറിയോ, ഞാൻ അപകടത്തിലാണെന്ന് പറയുന്ന പല നിമിഷവും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നേടാൻ പോകുന്ന അവസരമായിരിക്കും. നിനക്കത് അപകടമായി തോന്നുന്നു മാത്രം. ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ? ഒരുപാട് പേർക്ക് ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ പോയേക്കാം. പക്ഷെ പലരും ഈ ഒരാഴ്ച കഴിയുമ്പോൾ നിർത്തും. എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാം? അത് വേദന കൊണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കളിയാക്കിയത് കൊണ്ടോ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ടോ ഒക്കെ ആവില്ലേ? അല്ല, വേദന കൊണ്ടോ, മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് കരുതിയിട്ടോ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പില്ലെന്നോ അതൊന്നും കരുതിയിട്ടല്ല. നമ്മുടെ ഡെയിലി റുട്ടീനോടെ തടസ്സപ്പെടുക, മാറുക. ആ മാറ്റത്തെ ഒരിക്കലും ഉൾക്കൊള്ളാൻ നമ്മുടെ തലച്ചോറിനാവില്ല. ഒരിക്കലും ഒരു പ്രചോദനം കൊണ്ടൊന്നും അല്ല നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് കമ്മിറ്റ് ചെയ്യുമ്പോഴാണ്. കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ അതിൽ നിന്ന് പിന്മാറാൻ പറ്റും? അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അല്ല, നീ ഇപ്പം എന്താ പറഞ്ഞു വരുന്നത്? ഒരിക്കലും നീ എന്നെ നിർത്താൻ ശ്രമിക്കരുത്. വേണമെങ്കിൽ ഇപ്പം ചൂടൊക്കെ ഉണ്ടാക്കിക്കോ, പക്ഷെ എന്നെ നിയന്ത്രിക്കരുത്. എനിക്ക് മനസ്സിലായി, ഇന്നലെ വരെ ഞാൻ നിന്റെ ഉള്ളിലുണ്ടായിരുന്നപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളല്ലായിരുന്നു നേരത്തെ. ഇനി ഒരിക്കലും നിന്നെ തടയാൻ ഞാൻ ഉണ്ടാവില്ല. ഓൾ ദി ബെസ്റ്റ്. ഇപ്പം നിങ്ങൾ കണ്ടത് ഒരു ഡ്രാമയല്ല. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനോട് സംസാരിക്കുന്ന രീതികളിൽ ഒന്ന് മാത്രമാണ്. നിങ്ങളെല്ലാവരും തുടങ്ങാൻ കഴിക്കുന്ന പല പല കാര്യങ്ങളുണ്ടാവാം. ഒരു റിലേഷൻഷിപ്പ് ആവാം, കരിയർ പാത്ത് ആവാം, സ്വപ്നത്തെ തേടിയുള്ള യാത്രയാവാം, എന്തും ആവാം. പക്ഷേ നല്ലൊരു തുടക്കം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇപ്പോഴും തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇനി അത് ചെയ്യരുത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും ആവുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ നല്ല നാളുകളിലായിരിക്കില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുമ്പോഴേ നമ്മൾ യഥാർത്ഥ ഒരു മനുഷ്യനായി മാറുകയുള്ളൂ. കണ്ണീരിൻ്റെ വില മനസ്സിലാക്കിയവന് മാത്രമേ സന്തോഷത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിയാൻ പറ്റൂ. വിജയത്തെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പേടിപ്പിക്കും, അതെല്ലാം സ്വാഭാവികമാണ്. പക്ഷേ ആ മനസ്സിനെ ഒരിക്കലും നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. നിങ്ങളായിരിക്കണം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്. ഒരാളിപ്പോൾ വന്നിട്ട് പോയില്ലേ, നോക്കണ്ട. നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ വന്നുപോയ ഒരാളെ പോലത്തെ ഒരാളില്ലേ? ആ, എങ്കിലും ഉണ്ട്. ഇത് എൻ്റെ മാത്രം കഥയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ്.